ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മനു കുറേ ആലോചിച്ചതിന് ശേഷം രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുന്നത് ഗ്രേസി ആൻറ്റി ആയിരുന്നു. എടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ നമ്പറാണ്, ഇപ്പോൾ രേവതിക്കുട്ടിക്ക് മറ്റൊരു ഫോണാണെന്നൊക്കെ. ഞാൻ രേവതിക്കുട്ടിയെ വിളിക്കണോ, അവളിപ്പോൾ ഉറങ്ങിക്കാണെന്ന് പറഞ്ഞപ്പോൾ മനു പറയുന്നുണ്ട്, വേണ്ട, ഈ വൈകിയ നേരത്ത് തന്നെ വിളിക്കുന്നത് മോശമാണ്, ഞാൻ അലീനയുടെ കാര്യം ചോദിക്കാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, അലീനയുടെ കാര്യമോ, അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ മനു പറയുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, ഇന്നലെ അവൾ എറണാകുളത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു, അത് ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രേവതിക്കുട്ടിയോട് ചോദിച്ചാൽ അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ അലീനയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങിയതാ. അപ്പോൾ അലീന വിളിച്ച് നമ്മളോട് പറയുന്നു, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വരാഞ്ഞത് എന്നൊക്കെ. അത് കേട്ടപ്പോൾ മനു പറയുന്നുണ്ട്, എന്നാൽ ശരി ആൻറ്റി, ഞാൻ അലീനയെ വിളിച്ചോളാം. അപ്പോൾ ഗ്രേസി ആൻറ്റി ചോദിക്കുന്നു, എന്താ മോനെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ മനു പറയുന്നുണ്ട്, അതൊക്കെ നാളെ പറയാം ആൻറ്റി, എന്നാൽ ശരി. രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഹോട്ടൽ മുറിയിൽ അങ്ങനെ അലീന ബാഗൊക്കെ എടുത്ത് വെക്കുമ്പോൾ ബാലേന്ദ്രൻ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ ഫോണൊന്ന് തരുമോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ മോളെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അതിന് സാരമില്ല, ഞാൻ ഫോണ് ഓണാക്കിക്കൊള്ളാം അച്ഛാ. എന്തിനാ മോളെ ഇപ്പോൾ ഫോണെന്ന് ചോദിച്ചപ്പോൾ ഫോൺ നമ്മളെവിടെയാണ് ഉള്ളതെന്ന് അറിയിക്കണ്ടേ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, ആരെയാണ് അറിയിക്കേണ്ടതെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയെ. ആ ഒരു സമയം കൃഷ്ണമോളെ നോക്കി ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അയൽവക്കത്തെ വേലായുധൻ്റെ കൂടെ ഒന്നും അല്ലല്ലോ, അച്ഛൻ്റെ കൂടെയല്ലേ ഉള്ളത്, നീ പോയി ഉറങ്ങാൻ നോക്കുമെന്ന് പറയും. ബാലേന്ദ്രൻ പറഞ്ഞത് കേട്ട് കൃഷ്ണമോള് കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് പോകും. ആ സമയത്ത് ബാലേന്ദ്രൻ ജനാലയുടെ കർട്ടൻ നീക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അലീന സോഫയിൽ കിടക്കാൻ വേണ്ടി പിരിപ്പൊക്കെ വിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നു, എന്താ അലീന ഇത്? അപ്പോൾ അലീന പറയും, ഞാൻ കിടക്കാൻ വേണ്ടി, ഇതാ ബെഡ് കിടന്നൂടെ, നിനക്കെന്താ ബെഡ് കിടന്നാലെന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറും കൃഷ്ണമോളും ഒന്നിച്ച് കിടക്കുകയല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ സോഫയിൽ കിടന്നോളാം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീയും കൃഷ്ണമോളും തമ്മിലെന്നാ എനിക്ക് വ്യത്യാസം, എനിക്ക് ആദ്യം ജനിക്കേണ്ടിയിരുന്ന മോളല്ലായിരുന്നു നീ. അത് കേട്ടതും അലീന പൊട്ടിക്കരയുകയാണ്. കൃഷ്ണമോള് കിടന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നീ കിടന്നോ എന്ന് അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞപ്പോൾ അലീന അത് അനുസരിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ വൈജയന്തിക്ക് ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നില്ലാതെ ഓരോന്നും ആലോചിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് മുകളിലേക്ക് ചെന്ന് ബാലേന്ദ്രൻ്റെ റൂമിൽ പോയി എല്ലാം ഒന്ന് തിരയുന്നുണ്ട്. ഷെൽഫൊക്കെ താക്കോലിട്ട് തുറന്ന് നോക്കി, പക്ഷേ അതിലൊന്നും ഒന്നും കിട്ടിയില്ല. അതിനുശേഷം മേശ വലിപ്പിലും ഒക്കെ നോക്കി, അവിടെയും ഒന്നുമില്ല. എന്നിട്ട് ബെഡിലിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഹോട്ടൽ റൂമിൽ നിന്നും ഉറങ്ങുന്നതിനിടെ ബാലേന്ദ്രൻ പെട്ടെന്നൊന്ന് ഞെട്ടിയെണീച്ച് അടുത്തു നോക്കിയപ്പോൾ കൃഷ്ണമോളെ കാണുന്നില്ല. എന്നാൽ അലീന നല്ല ഉറക്കത്തിലാണ്. കൃഷ്ണമോളെ നോക്കുമ്പോൾ കൃഷ്ണമോളെ എണീറ്റ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഉടൻ തന്നെ എണീറ്റ് കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെന്ന് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, മോളെന്താ ഉറങ്ങാത്തതെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛാ, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ്റെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ വീണ്ടും അലീനയെ നോക്കിയപ്പോൾ അലീന ഇതൊന്നും അറിയുന്നില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കൃഷ്ണമോളെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് ബാലേന്ദ്രൻ. കൃഷ്ണമോളെയും കൂട്ടി ബാലേന്ദ്രൻ പുറത്തെ ഗാർഡനിലേക്കാണ് പോയിരിക്കുന്നത്. എന്നിട്ട് കൃഷ്ണമോളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണമോളോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളുടെ വിഷമം എന്താണെന്ന് അച്ഛനോട് പറ, എന്തുണ്ടെങ്കിൽ പറ, വിഷമിക്കാതെ എന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, വീണ്ടും ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛനെന്നാ ഇങ്ങനെ, അമ്മയോട് ഒരു സ്നേഹവും ഇല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരു കീരിയും പാമ്പും പോലെയെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് മോക്കറിയോന്ന് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല, പക്ഷേ അച്ഛൻ അന്ന് 2 ദിവസം എങ്ങോട്ടോ പോയി, എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി തിരിച്ചു വന്നതിന് ശേഷം അലീന ചേച്ചി മാത്രം എന്നെ കെയർ ചെയ്താൽ മതി എന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ, അലീന ചേച്ചി എല്ലാവരും കൂടി പിടിച്ചിറക്കി വിട്ടതല്ലേ, എന്നിട്ട് അച്ഛൻ പിന്നാലെ പോയി
ചേച്ചിയെ കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി വീണ്ടും അലീന ചേച്ചിയെ അച്ഛൻ വീട്ടിലോട്ട് കൊണ്ടുപോകും. വീണ്ടും പ്രശ്നമാവില്ലേ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ ചെയ്യുന്നതൊക്കെ തെറ്റ്, അമ്മ ചെയ്യുന്നതൊക്കെ ശരിയല്ലേ എന്ന്. എനിക്കിപ്പോൾ മടുത്തു, എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല, ഇതിനൊരവസാനമില്ലേ അച്ഛാ എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരു കഥ പറയാം, മോൾക്ക് ക്ഷമയുണ്ടോ എന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറയും, ഞാൻ കേൾക്കാം അച്ഛൻ പറഞ്ഞു എന്ന്. പണ്ട് ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. എന്നാൽ 10-12 വർഷം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ അവൻ കല്യാണം കഴിച്ചു. അതിനുശേഷമാണ് അവൻ അറിയുന്നത് ആ പെൺകുട്ടി ഇതിനു മുന്നേ വേറൊരുത്തനെ സ്നേഹിച്ച് അതിലൊരു കുഞ്ഞ് ജനിച്ചു എന്നത്. അത് ഒരു ചതിയല്ലേ മോളെ എന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, വലിയ ചതിയാണ് അച്ഛാ, അതിനെന്താ സംശയമെന്ന്. ആ ചതി പറ്റിയവനാ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അച്ഛനെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ ആകെ ഞെട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. ബാലേന്ദ്രൻ്റെ മുന്നിൽ നിന്ന് കൃഷ്ണമോൾ ഞെട്ടി എണീച്ച് പറയുന്നുണ്ട്, ഇല്ലച്ചാ ഇല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ മോളെ എന്ന് തിരിച്ചു ചോദിക്കുന്നു. കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച, ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല മോളെ, ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്നയാളാണോ നിൻ്റെ അച്ഛൻ? അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാനന്ന് 2 ദിവസം ഇവിടുന്ന് മാറി നിന്നത്. എന്നിട്ട് നീലഗിരിയിലെ ഗംഗേട്ടനോട് പോയി ചോദിച്ചത്. ശിവേട്ടനും രാജീവനും മുത്തശ്ശിക്കും എല്ലാം അറിയാം ഈ രഹസ്യം. അച്ഛന് അന്ന് കള്ളു കുടിച്ചിട്ടല്ല മോളെ ഹാർട്ട് അറ്റാക്ക് വന്നത്. ഈ വിവരം ഞാൻ അറിഞ്ഞു എന്ന് വൈജയന്തി അറിഞ്ഞാൽ ഉടനെ തന്നെ അവൾ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ബന്ധം വേർപിരിയും. എൻ്റെ കൂടെ അവൾ പിന്നെ ജീവിക്കില്ല. ഞാൻ അറിഞ്ഞു എന്ന് അവളെ അറിയിച്ചിട്ട് ഞാൻ പിന്നെ അവളുടെ കൂടെ ജീവിക്കുമോ എന്നും കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ ബാലേന്ദ്രൻ്റെ കൈ പിടിച്ച് കരയുകയാണ്. അലീന ചേച്ചിയാണല്ലോ പ്രശ്നം, അപ്പോൾ അലീന ചേച്ചിയെ പറഞ്ഞു വിട്ടാലെന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ചേച്ചിയോ, അന്ന് എല്ലാവരും കൂടി ഓർഫണേജിൽ തള്ളിയ ഇപ്പോൾ വലുതായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അലീന ചേച്ചിയാണ് അന്ന് നിൻ്റെ അമ്മ ഉപേക്ഷിച്ച ആ കുഞ്ഞെന്ന്. ഞെട്ടലോടെ കൃഷ്ണമോൾ അലീനയെ ഒന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തിയുടെ മകളാണ് താനെന്ന് അലീനയ്ക്ക് അറിയാമെന്ന്. ഓരോ ദിവസവും ഞാൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ മരിക്കണോ ജീവിക്കണോ എന്നൊക്കെ. എൻ്റെ അവസ്ഥ മോളൊന്ന് മനസ്സിലാക്കണം, ഞാനൊരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞ് തകർന്നിരിക്കുകയാണ് ബാലേന്ദ്രൻ. ഇത് കേട്ട് കൃഷ്ണമോൾ അച്ഛനെയും കെട്ടിപ്പിടിച്ച് കരയുകയാണ്.